ഇനി നമ്മൾ പറയാൻ പോകുന്നത് വുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ഒരു സ്റ്റെയറിനെ കുറിച്ചാണ്. എന്നാൽ ബേസിക് ആയിട്ട് നമുക്ക് താഴെ കാണുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മേലെ സ്റ്റെപ്പുകളെല്ലാം വുഡൻ ടോപ്പ്, അതുപോലെ വുഡൻ റൈസർ ആൻഡ് ബേസ് എല്ലാം വരുന്ന രീതിയിലുള്ള, ഇനി ഈവൻ ഹാൻഡ് റെയിലും വുഡ് തന്നെയാണ് വരുന്നത്, എല്ലാം തേക്ക് വുഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ഗ്ലാസ്. റഫീഖ് ഭായ്, ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പ് മാത്രം അല്ലേ? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെയർ ആൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് മെറ്റൽ സ്ട്രക്ചർ കൊണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഇനി. പക്ഷെ അതിനെയും ഇങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ഏറ്റവും സിമ്പിൾ ഇതിന് ബദല് വുഡ് കൊടുത്ത്. അതെ, സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് വേണം നിർബന്ധമല്ല, വുഡ് കൊടുത്തു. അപ്പോൾ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ് അല്ലേ? ഇതിനകത്ത് വുഡ് തേക്ക് വുഡ് നല്ല നല്ല ഓൾഡ് തേക്ക് വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗ്രൈൻസ് ശരിക്ക് ഇങ്ങനെ അറിയാണ്ട് ഇവിടെയൊക്കെ. വുഡ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് അല്ലേ? വുഡ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. വലിയ വലിയ മരം വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യും? ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ വുഡ് മാത്രമല്ല, സ്റ്റെപ്പും നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണക്കാക്കുക? ഓരോ തിക്നെസ്സിന് വെച്ചാൽ 3000, 2500, അതേപോലെ 4000 ഓരോ സ്റ്റെപ്പിന് വരുന്നുണ്ട്. ആ റേറ്റിൽ വരും അല്ലേ? അപ്പോൾ നമ്മൾ 4500 സ്റ്റെപ്പ് ഓരോ തിക്ക് കൂടുമ്പോൾ അല്ലേ റേറ്റ് കൂടും. അപ്പോൾ ഇതുപോലുള്ള സ്റ്റെപ്പിലൊക്കെ നമുക്ക് വേണം ചെറിയ തിക്കിൽ ചെയ്താൽ മതി അല്ലേ?